Measurement of frequency. Microwave frequency can be measured either by means of a mechanical method or by using electronic method. So commonly used frequency measurement techniques are: we can measure frequency by means of a frequency counter, cavity wave meter, slotted line waveguide, or some down conversion techniques. First method, first method is wave meter method. Wave meter എന്ന് പറയുമ്പോൾ ഒരു സിലിണ്ടറിക്കൽ ക്യാവിറ്റിയാണ് വിത്ത് എ വേരിയബിൾ ഷോർട്ട് സർക്യൂട്ട് ടെർമിനൽ. മീൻസ് ആ ഒരു സിലിണ്ടറിക്കൽ ക്യാവിറ്റിയിലേക്ക് ഒരു ഷോർട്ടിങ് പ്ലഞ്ചർ കണക്ട് ചെയ്തിട്ടുണ്ടാകും. ആൻഡ് ഇറ്റ് ഈസ് എ മൂവബിൾ ടൈപ്പ്. അപ്വേർഡ് മൂവ് ചെയ്യാം, അതേപോലെ ഡൗൺവേർഡ് മൂവ് ചെയ്യാം. സോ വൺസ് ഈ ഒരു ക്യാവിറ്റിയുടെ അകത്ത് ഈ ഷോർട്ടിങ് ടെർമിനൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാവിറ്റിയുടെ ലെങ്ത്തിന് വേരിയേഷൻ വരും. അതിൻ്റെ ഇന്നർ ലെങ്ത്തിന് വേരിയേഷൻ വരും. സോ വൺസ് ഈ ഒരു ലെങ്ത്ത് വേരി ചെയ്ത് കഴിഞ്ഞാൽ റെസൊണൻസ് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. സോ ഈ ഒരു ഷോർട്ടിങ് പഞ്ചറിൻ്റെ ഓരോ പൊസിഷനിലും ക്യാവിറ്റി റെസൊനേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇൻപുട്ടിൽ നിന്നും വരുന്ന വേവ് ഫോമിന് ഈ ഷോർട്ടിങ് പ്ലഞ്ചർ മെയിൻലി ചെയ്യുന്നത് അബ്സോർബ് ചെയ്യാണ്. മീൻസ് ആ ഒരു ഇൻപുട്ട് പവറിനെ ഈ ഒരു ഷോർട്ടിങ് പ്ലഞ്ചറിൻ്റെ അപ്വേർഡ് ആസ് വെൽ ആസ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് കാരണം അബ്സോർബ് ചെയ്യുക. സോ ഈ ഒരു വേവ് മീറ്ററിന് നമ്മൾ അബ്സോർപ്ഷൻ ടൈപ്പ് വേവ് മീറ്റർ എന്നും പറയും. നോർമലി ഇത് പ്ലേസ് ചെയ്യുന്നത് വേവ് ഗൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. മീൻസ് വേവ് മീറ്ററിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് വേവ് ഗൈഡിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഈ ഒരു വേവ് ഗൈഡിലേക്ക് കണക്ട് ചെയ്യുന്നത് ത്രൂ ഒരു നാരോ ഹോൾ വെച്ചിട്ടാണ്. ആ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ഒരു കപ്ലിംഗ് ഹോൾ വെച്ചിട്ടാണിത് കണക്ട് ചെയ്യുക. ദെൻ ഈ ഒരു പ്ലഞ്ചറിൻ്റെ മൂവ്മെൻറ്റ് കാരണം എന്തെങ്കിലും ഓസിലേഷൻസ് അവിടെ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഓസിലേഷൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഒരു അബ്സോർബിങ് മെറ്റീരിയൽ കൂടി ആ പ്ലഞ്ചറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. പോളിട്രോൺ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അൺവാണ്ടഡ് ഓസിലേഷൻസ് അവിടെ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി. സോ വൺസ് നമുക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഔട്ട്പുട്ട് വേവ് ഫോമിൽ ഒരു ഡിപ്പ് വരും. മീൻസ് ആ ഔട്ട്പുട്ട് വേവ് ഫോം ഒന്ന് ഡിസ്റ്റോർട്ടഡ് ആവും. അതിനെയാണ് ഡിപ്പ് എന്ന് പറയുക. ആ ഒരു ഡിപ്പ് വരുന്ന ഫ്രീക്വൻസി, ആ ഡിപ്പ് വരുന്നതാണ് നിങ്ങളുടെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആൻഡ് വി ക്യാൻ ഓൾസോ കാലിബ്രേറ്റ് ഇൻ ടേംസ് ഓഫ് നോൺ ഫ്രീക്വൻസി. കോമൺലി വേവ് മീറ്ററിൽ യൂസ് ചെയ്യുന്ന മോഡ് എന്ന് പറയുന്നത് TE011 ആണ്. നെക്സ്റ്റ് ഇസ് സ്ലോട്ടഡ് ലൈൻ മെത്തഡ്. സ്ലോട്ടഡ് ലൈൻ വേവ് ഗൈഡ് സ്ലോട്ടഡ് ലൈൻ വേവ് ഗൈഡിൽ സ്റ്റാൻഡിങ് വേവ്സ് ആണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒരു λg/2 ഡിസ്റ്റൻസ് കഴിയുമ്പോഴും നിങ്ങൾക്കൊരു വോൾട്ടേജ് മിനിമം കിട്ടുന്നുണ്ടാവുമെന്നും പറഞ്ഞു. സോ ഈ ഒരു ഇക്വേഷൻ, ദാറ്റ് ഈസ് F is equal to 30/λ0 എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് λ0 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി λg എന്ന് പറയുന്നത് അറിയാം 2D മിനിമം ആണ്. ആൻഡ് ഫോർ വേവ് ഗൈഡ് λg is equal to λ0 divided by 1 minus λ0 divided by 2a the whole square ആണ്. ആൻഡ് ഫോർ കോആക്സിയൽ ലൈൻ λg is equal to λ0 into root of epsilon r. സോ ഈ ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാം യൂസിങ് എ സ്ലോട്ടഡ് ലൈൻ വേവ് ഗൈഡ്. ദെൻ കംസ് ഇലക്ട്രോണിക് മെത്തേഡ്. നേരത്തെ പറഞ്ഞത് മെക്കാനിക്കൽ മീൻസ് ആണ്. നെക്സ്റ്റ് ഇസ് ഇലക്ട്രോണിക് മെത്തേഡ് ഓർ ഡൗൺ കൺവേർഷൻ മെത്തേഡ്. സോ ഈ ഒരു ഡൗൺ കൺവേർഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെത്തേഡാണ് അക്യുറേറ്റ് എന്ന് പറയുന്നത്, ബട്ട് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. So ഈ ഒരു ഡൗൺ കൺവേർഷൻ മെത്തേഡിൽ വി ആർ യൂസിങ് എ ഹെറ്ററോഡൈൻ കൺവേർട്ടർ. ഹെറ്ററോഡൈൻ കൺവേർട്ടർ മീൻസ് ഇറ്റ് ഡൗൺ കൺവേർട്ട്സ് ദ അൺനോൺ ഫ്രീക്വൻസി ബൈ മിക്സിങ് ഇറ്റ് വിത്ത് എ നോൺ ഫ്രീക്വൻസി. ഇവിടെ ഒരു ലോ ഫ്രീക്വൻസി ജനറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ലോ ഫ്രീക്വൻസി ജനറേറ്ററിൽ നിന്ന് FC എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ FC ഫ്രീക്വൻസി ആണ് ഹാർമോണിക് ജനറേറ്ററിലേക്ക് അപ്ലൈ ചെയ്യുക. സോ
സോ ഒരു ട്യൂണിങ് ക്യാവിറ്റി വെച്ചിട്ട് ഒരു നമ്പർ ഓഫ് ഹാർമോണിക്സിൽ ഏതെങ്കിലും ഒരു ഹാർമോണിക്സ് മാത്രമായിട്ട് സെലക്ട് ചെയ്യാം. സോ ഈ ഒരു ഹാർമോണിക് മീൻസ് 1 FC 2 FC 3 FC ഇങ്ങനെ നമ്പർ ഓഫ് ഹാർമോണിക്സ് ഉണ്ടാകും. അതിലേതെങ്കിലും ഒരു ഹാർമോണിക് സെലക്ട് ചെയ്യുക, അതായിരിക്കും മിക്സറിലേക്ക് കൊടുക്കുക. മിക്സറിലേക്കാണ് അൺനോൺ ഫ്രീക്വൻസി കൊടുക്കുക. സോ മിക്സറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയാണ്, ദാറ്റ് ഈസ് NFC മൈനസ് അൺനോൺ ഫ്രീക്വൻസി. സോ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആൻഡ് NFC ഹാർമോണിക് ജനറേറ്ററിൽ നിന്ന് വരുന്ന ഫ്രീക്വൻസിയും കൂടി ഒരു കൗണ്ടറിലേക്ക് കൊടുക്കുകയാണെങ്കിൽ, മീൻസ് FIയും നമുക്ക് എന്താണെന്നറിയാം, NFC-യും അറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ഒരു കൗണ്ടറിലേക്ക് കൊടുക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദി അൺനോൺ ഫ്രീക്വൻസി.